friends, today we shall have a story. It's a story with a moral, and the moral you will discern towards the end. Now it's about a lion, or rather lioness. The lioness was in an advanced state of pregnancy, and the poor lioness was chased by hunters. It ran for life dear, and in the melee it gave birth to its cub and then dropped dead. The lioness gave birth to its cub and dropped dead. ഈ പെൺസിംഹം അതിൻ്റെ കുഞ്ഞിന് ജന്മം നൽകി വേട്ടക്കാരുടെ ആക്രമണത്തിൽ അത് മരണപ്പെടുകയും ചെയ്തു. Now the cub was left alone. ഈ സിംഹക്കുഞ്ഞ് ഒറ്റപ്പെട്ടിരിക്കുക. It was helpless. There was nobody to take care of it. As it was moving around, a herd of deer, ഒരു പറ്റം മാനുകൾ, and their fawns. FAWN, fawn is the young one of the deer. They took pity on the cub and they started nursing it. ഈ സിംഹക്കുഞ്ഞിനെ ഇവർ പോറ്റാൻ തുടങ്ങി. They gave it grass to eat. The fawns gave the cub good company. When it was having any necessity, it would give out a feeble cry, and the fawns will take care of the cub. It will provide them fodder in the form of grass and other edible items in the forest, and the cub was docile, submissive, like the fawns it grew up with. അത് ഏത് മാൻകുഞ്ഞുങ്ങളോടൊപ്പം വളർന്നുവോ അതേപോലെ ഈ സിംഹക്കുഞ്ഞും വളരെ അധികം ഭയവിഹ്വലയായി കഴിഞ്ഞു. It was always worried. It was always afraid. When there was a noise, it would quietly slip into the herd of fawns which would ensconce it. Ensconce, ENSCONCE. Ensconce means give a protective cover. ഈ മാൻകുഞ്ഞുങ്ങൾ സിംഹക്കുട്ടിക്ക് ചുറ്റും നിന്ന് അതിനെ സംരക്ഷിക്കും. It was ensconced in the herd of fawns. Things went on like this until one day a lion appeared roaring. The lion caught hold of the cub. All the herd of deer vanished. Now the lion caught hold of the cub and took it to a stream. ഈ സിംഹക്കുഞ്ഞിനെ തൂക്കിയെടുത്ത് ഒരു തടാകത്തിനരികെ കൊണ്ടുപോയി. It held it forcibly on the bank of the stream. ആ തടാകത്തിൻ്റെ തീരത്ത് ബലം പ്രയോഗിച്ച് സിംഹക്കുഞ്ഞിനെ, അതായത് അപഹരിച്ച സിംഹം, captor lion held the cub to the ground in such a manner that it could see its own face, the reflection of its face on the placid water of the pool. ആ തടാകത്തിൻ്റെ നിശ്ചലമായ ജലത്തിൽ ആ സിംഹക്കുഞ്ഞിന് അതിൻ്റെ സ്വന്തം മുഖം കാണാൻ കഴിഞ്ഞു. ആ മുഖത്തിൻ്റെ പ്രതിഫലനം കാണാൻ കഴിഞ്ഞു. It was the first time that the cub realized who it was. അത് ശരിക്കും ആരാണെന്ന് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. അതിനാകപ്പാടെ പരിചിതമായ മുഖം മാനിൻ്റെയാണ്. The only familiar face of the cub was that of the fawns
ആൻഡ് ദ ഡിയർ. ആ മാൻകുഞ്ഞുങ്ങളുടെയും മാനിൻ്റെയും മുഖം മാത്രമേ അത് കണ്ടിട്ടുള്ളൂ, സ്വന്തം മുഖം കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഈ തോട്ട് ദാറ്റ് ഇറ്റ് വാസ് ഓൾസോ ലൈക്ക് ദം. അപ്പോൾ ഈ കുഞ്ഞ് വിചാരിച്ചത് താനും അവരെ പോലെ ആയിരിക്കുമെന്നാണ്. ഫോർ ദ ഫസ്റ്റ് ടൈം ഇറ്റ് സോ ദ റിഫ്ലക്ഷൻ ഓഫ് ഇറ്റ്സ് ഫേസ് ആൻഡ് ഇറ്റ് വാസ് ടേക്കൺ അബാക്ക്. ടേക്കൺ അബാക്ക് മീൻസ് സർപ്രൈസ്ഡ്. അത് ഞെട്ടിപ്പോയി തൻ്റെ മുഖം കണ്ടിട്ട്. അത് വിചാരിച്ചിരുന്നത് അതും മാൻകുഞ്ഞുങ്ങളെപ്പോലെ ഉള്ള ഒരു ജീവിയാണെന്നാണ്. അപ്പോൾ തൻ്റെ മുഖം ആ മാൻകുഞ്ഞുങ്ങളുടെ പോലെ അല്ല എന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞത് ആ നിമിഷത്തിലാണ്. ഇറ്റ് വാസ് എ മോമെൻറ്റ് ഓഫ് റെക്കണിങ്. ആൻഡ് ദെൻ ദ ലയൺ gave out a roar, and the roar of the lion reverberated from the adjoining hillocks. ഈ സിംഹം ക്യാപ്റ്റർ ലയൺ എന്ന് പറഞ്ഞാൽ ഈ കൊച്ചു സിംഹത്തെ അപഹരിച്ച സിംഹം അത് ഒന്ന് അലറി. ഈ അലർച്ച അടുത്തുള്ള കുന്നുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. ഇറ്റ് റെസൊനേറ്റഡ്, ഇറ്റ് reverberated. It was a clue for the cub also to try to roar. അപ്പോൾ ഈ സിംഹം, വലിയ സിംഹം എന്തിനാണ് അലറിയത്? അത് ആ സിംഹ കുഞ്ഞിനും അത് ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. Now the lion, the cub till then only squeaked or bleated. ആട് കരയുന്നത് പോലെയോ എലി കരയുന്നത് പോലെയോ മാത്രമേ ഈ സിംഹക്കുഞ്ഞ് ഇതുവരെ ശബ്ദിച്ചിട്ടുള്ളൂ. It did not know that it could roar like the other lion. Now for the first time in its life, summoning up all its energy, it tried to make a noise. And the noise resembled that of the roar of the captor lion. തന്നെ അപഹരിച്ച സിംഹത്തിൻ്റെ അതേ വീറോടുകൂടിയും ശബ്ദത്തോടുകൂടിയും അതിനും അലറുവാൻ കഴിഞ്ഞു. ഇറ്റ് വാസ് എ റോർ ഓഫ് റിയലൈസേഷൻ. ആത്മജ്ഞാനത്തിൻ്റെ ഒരലർച്ചയായിരുന്നു അത്. ഇറ്റ് വാസ് എ റോർ ഓഫ് റിയലൈസേഷൻ. സോ ഐ ടേക്ക് ദിസ് ആസ് ദ ക്യാപ്ഷൻ ഓഫ് ദി സ്റ്റോറി, ദ റോർ ഓഫ് റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനത്തിൻ്റെ അലർച്ച. ഇതലറിയപ്പോഴാണ് എനിക്ക് ഇത്രയും കഴിവുണ്ട്, എനിക്ക് ഇത്രയും ശക്തിയുണ്ട്, എനിക്ക് ഇത്രയും ഊർജ്ജമുണ്ട്, എനിക്ക് ഇത്രയും വീര്യമുണ്ട്, എനിക്ക് ഇത്രയും ശൗര്യമുണ്ട് എന്നെല്ലാം ഈ സിംഹക്കുഞ്ഞ് തിരിച്ചറിഞ്ഞത്. ആൻഡ് ഇറ്റ് റിയലൈസ് ദാറ്റ് ഇറ്റ് വാസ് ഇൻ എ ബാഡ് കമ്പനി. അത് കൂടേണ്ടവരുടെ കൂടെ അല്ല കൂടിയതെന്നും ഇത്രയും നാൾ അത് കൂട്ടുകൂടേണ്ടവരുമായിട്ടായിരുന്നില്ല അത് കൂട്ടുകൂടിയതെന്ന തിരിച്ചറിവ് അതിനുണ്ടായി. Now the lion was the king of the forest. After achieving the realization, it became the king of the forest. താൻ ഈ വനത്തിൻ്റെ നാഥനാണ്, വനത്തിൻ്റെ രാജാവാണ് എന്ന് അത് തിരിച്ചറിഞ്ഞു. What is the moral of the story to career builders whom I mainly cater to? As a career instructor, I largely deal with career builders, young men and women eager to build up a career. So what is the relevance of the story to them and their career building? It has a huge relevance. The fact is that we do not succeed or we fail not because we are incapable. Like the lion who did not know who it was, and the lion who did not know to roar, many young people fail only because they don't know their real potential. They have not identified their real potential. അവരുടെ യഥാർത്ഥ കഴിവ് അവർ തിരിച്ചറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് പരാജയം സംഭവിക്കുന്നത്.
ഒരിക്കലും പരാജയം സംഭവിക്കുന്നത് കൃതഹസ്തതയുടെ കുറവുകൊണ്ടല്ല. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് യങ് പീപ്പിൾ ഫെയിൽ ബിക്കോസ് they lack talent. They are endowed with enormous talent. But often they lose their way only because they don't know their real strength. Like the cub which was growing up with the fawns. So we should realize our real strength. There may be times when we will be disappointed. We will think that all the efforts we put in were not worth. We should overcome the state of the mind by realizing our real power. നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കൂ, നിങ്ങളെല്ലാവരും തന്നെയും വിവിധ കടമ്പകളും വൈതരണികളും കടന്നാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. നമ്മൾ SLC തൊട്ട് നോക്കാം. ഓഫ് കോഴ്സ് SLCക്ക് ഒരുപാട് പേര് ജയിക്കുന്നു, അതുകൊണ്ട് അത് വലിയ കാര്യമല്ല എന്ന് ചിന്തിക്കുന്നവർ കാണും. പക്ഷെ അത് വെറും പാസ്സല്ല. യു ഹാവ് കം ഔട്ട് വിത്ത് ഡിസ്റ്റിങ്ഷൻ, യു ഹാവ് കം ഔട്ട് വിത്ത് A+ or so. ആൻഡ് ടു ഗെറ്റ് ദാറ്റ് യു ഷുഡ് വർക്ക് ഹാർഡ്. ഫിസിക്സിലും മാത്സിലും കെമിസ്ട്രിയിലും ഇതുപോലുള്ള സയൻസസിലൊക്കെ 10ാം ക്ലാസ്സിൻ്റെ ലെവലിൽ തന്നെ A+ നേടുക, ഡിസ്റ്റിങ്ഷൻ നേടുക, ഉയർന്ന മാർക്ക് നേടുക, ഇറ്റ് ഈസ് an achievement in itself. നമ്മളത് കഴിഞ്ഞ് വന്നവരാ. അതുപോലെ we overcame our +2, matriculated, and then some of you might have gone for professional courses. When we go to professional course, we have to take an entrance exam. It's a grueling one. GRUELLING. Very difficult. It's a grueling exam. You have come up trumps. You have succeeded. It's a great achievement. ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ആ വൈതരണി കടന്നു വന്നു. ഇവിടെ എന്താണ്? മത്സര പരീക്ഷകൾ. നിങ്ങളോട് മത്സരിക്കാൻ മറ്റ് ആളുകളുണ്ടാവും. മത്സരത്തിൽ വിജയിക്കണം. അവിടെയും നിങ്ങൾ മത്സരത്തിൽ വിജയിച്ചാണ് വന്നത്. യു ക്ലിയർഡ് an entrance exam. That means you competed and won. അപ്പോൾ നിങ്ങൾ ഓൾറെഡി അത് ചെയ്ത് കഴിഞ്ഞു. You have already succeeded in a competitive exam. So it's only a repetition. ഇനി അതുപോലെ നിങ്ങൾ എൻജിനീയറിംഗ് മറ്റുമൊക്കെ പഠിച്ച് ഉയർന്ന മാർക്കോടുകൂടി വന്നവരാ. അതല്ലെങ്കിൽ വേറെ ഉള്ളവർ യു മൈറ്റ് ഹവ് ടേക്കൺ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ സയൻസസ് ആൻഡ് മാത്തമാറ്റിക്സ് ആൻഡ് ഓൾ, ആർട്സ് ആൻഡ് ഓൾ. ഇതെല്ലാം തന്നെ നിസ്സാര കാര്യങ്ങളല്ല, ഇതെല്ലാം നേട്ടങ്ങളാണ്. അപ്പോൾ ഇത്രയും നേട്ടങ്ങൾ നേടിയ നമുക്ക് ഇത് നിഷ്പ്രയാസമാണ്. For those of you who have achieved so much, accomplished so much, this competitive exam is definitely within your reach. You can crack it, provided you have the confidence. It is definitely within our reach. It's a low hanging fruit എന്ന് തന്നെ പറയാം. ഞാന്ന് കിടക്കുന്ന ഒരു ശാഖയാണ്. ആ ശാഖയിൽ ധാരാളം പഴങ്ങളുണ്ട്. കയ്യെത്തി എടുക്കാവുന്നേ ഉള്ളൂ. ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി വിത്തിൻ യുവർ റീച്ച്. അത് നമുക്ക് അപ്രാപ്യമേ അല്ല. ആ ഒരു മനോബലം നമ്മൾ ആർജിക്കണം. You can definitely do it. All you have to do is brush up what you studied in your early classes. You studied them in your early classes. Now you only brush them up. Brush up ചെയ്താൽ മതി, നിങ്ങൾക്ക് നേടാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, now and then we will be assailed by apprehensions. Assailed, ASSAILED means attacked. അപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ ആശങ്ക. ഈ വാക്കിന് ഒന്നിലധികം അർത്ഥമുണ്ട്. APPREHENSION. അപ്രിഹെൻഷൻ്റെ ഒരർത്ഥം പിടികൂടുക. അപ്രിഹെൻഡ് എന്ന് പറഞ്ഞാൽ ക്യാച്ച് ഹോൾഡ് ഓഫ്. ദ പോലീസ് അപ്രിഹെൻഡഡ് ദ തീഫ്. പിടികൂടി. നൗണാണ് അപ്രിഹെൻഷൻ. മനസ്സുകൊണ്ട് പിടികൂടുന്നത് എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിലാക്കുക, ഗ്രഹിക്കുക. അതും അപ്രിഹെൻഷനാണ്. ഇനി
നമ്മുടെ മനസ്സിലെ സന്ദേഹങ്ങൾ, സംശയങ്ങൾ, സന്നിഗ്ധതകൾ, ഇതെല്ലാം അപ്രിഹെൻഷൻ എന്ന് പറയും. ആ തേർഡ് മീനിങ്ങിലാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചത്. ഓഫ് കോഴ്സ് ഒക്കേഷണലി വി മേ ബി അസൈൽഡ് ബൈ അപ്രിഹെൻഷൻസ്. സംശയങ്ങൾ കൊണ്ട്, സന്നിഗ്ധതകൾ കൊണ്ട് ആക്രമിക്കപ്പെടുന്നു. ബട്ട് വി മസ്റ്റ് നോ ഹൂ വി ആർ. വി മസ്റ്റ് റിയലൈസ് അവർ ഇന്നേറ്റ്, inherent, intrinsic, immanent strength, power of the mind. Then all our apprehensions will melt away like the dewdrop before the morning sun. നമ്മൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭയാശങ്കകളെല്ലാം ഉദയരവിക്ക് മുന്നിലെ തുഷാരബിന്ദു കണക്കെ അലിഞ്ഞില്ലാതാവും. ആൻഡ് ദെൻ വി വിൽ ഡെവലപ്പ് ദ കോൺഫിഡൻസ് ടു വർക്ക് ആൻഡ് വി വിൽ അച്ചീവ് അവർ ഗോൾ. ഈ കഥയിലെ ക്യാപ്റ്റർ ലയൺ എന്ന് പറഞ്ഞാൽ കുട്ടിസിംഹത്തെ അപഹരിച്ച വലിയ സിംഹം ആണ് ICD, അല്ലെങ്കിൽ ഇതുപോലെ ഞങ്ങൾ പോലെയുള്ള ഇവിടുത്തെ ട്രെയിനേഴ്സ്. ഞങ്ങൾ ആത്മജ്ഞാനം ലഭിക്കാത്ത, അല്ലെങ്കിൽ താൻ ആരാണെന്ന് ഉറപ്പിച്ചറിയാത്ത ഒരു ഉദ്യോഗാർത്ഥിയെ താൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കുന്നു. വി ഹോൾഡ് ദ മിറർ ബിഫോർ ദം. ദാറ്റ് ഇസ് അവർ ഹംബിൾ എഫേർട്ട്. ഐ സൈൻ ഓഫ് ദി സ്റ്റോറി വിത്ത് അനദർ വൺ ഫ്രം ദ ലോർ, ഫ്രം ദി എപ്പിക്. അതായത് ഞാൻ ഈ കഥ ഉപോത്ഫലകമായി നമ്മുടെ ഇതിഹാസത്തിൽ നിന്ന് ഒരു ചെറിയ അടരുകൂടി നിങ്ങളുടെ ഓർമ്മയിലേക്കായി കൊണ്ടുവരുന്നു. വി നോ ദ സ്റ്റോറി ഓഫ് ലോർഡ് ഹനുമാൻ ക്രോസിംഗ് ദ സീ. ഹനുമാൻ സമുദ്രതരണം ചെയ്തത് നമുക്കറിയാം. ക്രോസിംഗ് ദ സീ വാസ് എ ഡിഫിക്കൽട്ട് ടാസ്ക് ആൻഡ് ഹനുമാൻ വാസ് അപ്രിഹെൻസീവ്. എന്നെ കൊണ്ടിത് കഴിയുമോ, ഞാനിതിന് പ്രാപ്തനാണോ എന്ന ആശങ്ക അദ്ദേഹത്തെയും ഗ്രസിച്ചു. ബട്ട് ദെൻ ഹി സാറ്റ് മെഡിറ്റേറ്റിംഗ് ഓൺ ലോർഡ് ശ്രീറാം, ഫോർ whom he was doing this as a service. And then came Jambavan, the sage-old character who reminded Hanuman of his infinite capabilities. അപ്പോൾ ഈ സന്ദേഹത്തിൻ്റെ സന്നിഗ്ധതയിൽ ജാംബവാൻ പ്രത്യക്ഷപ്പെടുകയും ഹനുമാൻ്റെ പൂർവ്വവൃത്താന്തം സ്മരണയിൽ കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ഹനുമാന് തൻ്റെ കരുത്ത് തിരിച്ചറിയാൻ കഴിഞ്ഞു. ആൻഡ് ഹനുമാൻ ക്രോസ് ദ സീ. In the same manner, each and every one of you, each and every one of my friends who wants to crack a competitive exam can accomplish his or her goal with self-determination and mental courage. I hope you got the moral of the story right. Thank you.